അടിച്ച് കലക്കി കളയല്ലേ. തട്ടിപ്പോയില്ലല്ലോ, ഭാഗ്യം. ഒലക്കൊണ്ടടിച്ച് വളർത്തണമെന്ന് ചൊല്ല. മണ്ടത്തരം പറയല്ലേ. ഒലക്കൊണ്ടടിച്ചാൽ എങ്ങനെ വളരുന്നത്? ചത്തുപോത്തല്ലേ ഉള്ളൂ. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇനി മിക്സി കഴുത്തിട്ടടിച്ചിട്ടും കാര്യമില്ലെന്നുള്ള. സരസ ചേച്ചി ഒന്ന് സമാധാനിക്ക്. മോള് മനസ്സ് മാറി തിരിച്ചു വരും. നാട്ടിലെ കുടുംബങ്ങൾക്ക് ശക്തി ഉത്തേജനം ഉണ്ടായിക്കൊണ്ടിരിപ്പോ എന്റെ ബുദ്ധിമോശം കൊണ്ടൊന്ന് ഞാൻ അവന് കൊടുത്തുപോയി. പക്ഷേ എന്റെ വീട്ടിൽ കയറി തന്നെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഉത്തേജനം കൊടുത്തു കൊടുത്തപ്പോ ഉത്തരത്തെത്തും കൊണ്ട് ഗതികേട് വന്നില്ലേ? അല്ല വന്നില്ലേ? വന്നല്ലോ സാറന്മാര്. ഒരു വരത്തനെ കൊണ്ടൊന്ന് കോളനി താമസിപ്പിച്ചിട്ട് ഇപ്പൊ ആന കരിമ്പങ്കാട്ടി കയറിയ പോലായി. കുട്ടികളെ നോക്കാൻ വന്നവർക്ക് എന്റെ കുട്ടിയെ അടിച്ചോണ്ട് പോയി. തൃപ്തിയായല്ലോ എല്ലാവർക്കും. പെട്ടെന്ന് ഇങ്ങനെ സംശയിച്ചാലോ? അവനോടൊപ്പം പോയതിന് വല്ല തെളിവും ഉണ്ടല്ലോ. അവൻ എഴുതിയ പ്രേമലേഖനം അവളുടെ മുറിയിൽ കിട്ടി. അല്ല, ഒരു പ്രേമലേഖനം കണ്ടു എന്ന് കരുതി തെളിവെടുക്കാൻ ഇയാളെ CBI ഓഫീസറാ. ഏതൊരു അലവലാതി കോളനി കൊണ്ട് താമസിപ്പിച്ച് ചീത്തപ്പേരുണ്ടാക്കിയത് പോരാ, പിന്നെ അവനെ ന്യായീകരിക്കുന്നോ? മാർക്കറ്റ് കോളനിക്കാരെ പറ്റിക്കാൻ രണ്ടും കൂടി ഓരോ തട്ടിപ്പുണ്ടെങ്കിൽ ഇറങ്ങിക്കോളും. ഓരോ പേരിൽ എത്തുന്നത് എന്റെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ മാല കളയിച്ചില്ലേ? അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? മനസ്സിലായില്ലേ? ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി. അതാ സംഭവിച്ചു. എടാ, എച്ചിക്കാക്കയായിട്ട് വന്ന് എന്റെ മോളെ കൊത്തിക്കൊണ്ടുപോയി അല്ലേടാ. ഇനി ബഹളം വെച്ചിട്ട് കാര്യമില്ല. എന്തായാലും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മോളെ തിരിച്ചു കിട്ടിയില്ലേ? ഇനി ഇതുങ്ങളുടെ മേക്കെട്ട് കയറണ്ട. തട്ടിക്കൊണ്ടുപോയി പിഴപ്പിക്കാനല്ല, മാന്യമായിട്ട് താലി കെട്ടിയിട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വന്നിരിക്കുക അവൻ. കാള പറ്റു, കയറെടുത്തു. എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു.